ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നല്ല ഉദയ സൂര്യനൊക്കെ കണ്ടുകൊണ്ടാവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നല്ല പ്രകൃതി രമണീയമായ ഒരു കാഴ്ചകളും നല്ല പച്ചപ്പും ഒക്കെ ഒന്ന് കണ്ടുകൊണ്ടാവാമെന്ന് വിചാരിച്ചു. ദേ മയിലൊക്കെ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് തിരിച്ച് നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടുതലുള്ള ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായയുടെ കടി എന്നുള്ള പരിപാടി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുമോയെന്ന് അറിയില്ല, എന്നാലും രാത്രിക്കെങ്കിലും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഉപ്പേരിയൊക്കെ കൊണ്ടുപോകണം, അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കറിയായിട്ട് അയിലക്കറിയും പിന്നെ ഉപ്പേരി, ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പച്ച തേങ്ങ അരക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഉള്ളി, ഇഞ്ചി അങ്ങനെ എല്ലാം തേങ്ങയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങ ഒക്കെ ഒന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, വേപ്പില എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് വറുത്ത് ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടു. സിമ്പിളായിട്ട് പരിപാടി കഴിയും കേട്ടോ. കുറച്ച് തേങ്ങയും കൂടെ ഇടണം. എനിക്ക് ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടാക്കണേക്കാളും ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അതിൽ കുറച്ച് തേങ്ങ ഇടുന്നതാണ് കേട്ടോ കൂടുതൽ എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ അതേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തേങ്ങ ഒക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ തേങ്ങ ഒക്കെ വറുത്തുണ്ടാക്കുന്ന കറിക്ക് അന്ന് കഴിക്കണേക്കാളും പിറ്റേ ദിവസം കഴിക്കണതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നാറുള്ളത്. തേങ്ങ ഒക്കെ അവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ, അപ്പോഴേക്കും നമുക്ക് പുളിവെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചെടുക്കാം കേട്ടോ ചട്ടിയിൽ. വെറുതെ ടൈമൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ദേ തേങ്ങ ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ ഞാൻ ഈ തേങ്ങ അരക്കണയിൽ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇടാണ്ടായിരുന്നില്ല, എല്ലാം തേങ്ങയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് കറി തീമൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി മീനൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു സമയത്താണ് കേട്ടോ കറിയൊക്കെ അയക്കണു. ആ ഒരു ടൈമിലാണ് ചോറ് വെച്ചിട്ടില്ല എന്നുള്ളത് ഓർത്തു പോയത്. അങ്ങനെ ദേ ചോറിനൊക്കെ വേഗം വെള്ളം വെച്ചു. ഞാരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ ഒരു 10 മിനിറ്റ്. അങ്ങനെ ദേ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കറി ഒന്ന് തൂമിക്കേ വേണ്ടൂ. അങ്ങനെ ചോറ് വെക്കലും ഗ്യാസ് കഴിയലും ഒപ്പമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുറ്റി എടുത്തുകൊണ്ടൊന്ന് വേഗം വെക്കണ്ട ചെയ്തിരുന്നത്. പിന്നെ ഗ്യാസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ പോയി എഴുതി വെക്കണം കേട്ടോ. അങ്ങനെ കലണ്ടറിൽ ഞാൻ എഴുതി വെക്കും ഗ്യാസ് കഴിഞ്ഞ ദിവസം. എന്നിട്ട് ആ ഒരു ഏകദേശം ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ വേറെ കുറ്റി ബുക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.